ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തലശ്ശേരിയിലെ ദം ബിരിയാണിയാണ്. ബീഫ് കൊണ്ടാണ് ഞാനിന്നിവിടെ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ബീഫ് മഞ്ഞൾ വെള്ളത്തിൽ അരമണിക്കൂറോളം കുതിർത്ത് വെച്ച് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മസാലപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു 8 വിസിൽ വരുന്നത് വരെ നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. ബീഫ് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് അരി കഴുകി ഊറ്റിയെടുക്കാം. ഇവിടെ ഞാൻ ജീരകശാലയുടെ ചെറിയ അരിയാണ് എടുത്തിരിക്കുന്നത്. 1.5 കിലോ ബീഫാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1.5 കിലോ അരിയും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 5 വലിയ ഉള്ളിയും 2 വലിയ തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പില പൊതിനച്ചപ്പ് എന്നിവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എല്ലാം 2 ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ്. പച്ചമുളക് കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ഇനി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിലും 2 ടേബിൾ സ്പൂണ് ഗീയും ഇട്ട് കൊടുത്ത് ചൂടായതിന് ശേഷം നമുക്ക് ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും അതിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഉള്ളി വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ട് വഴറ്റണം. ഒരു ഹാഫ് വഴറ്റി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കണം. പച്ചമുളക് ഞാനിവിടെ ഒരു 18 പച്ചമുളകെങ്കിലും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് ബീഫായതുകൊണ്ട് തന്നെ നല്ല എരിവുണ്ടായില്ലാന്ന് മസാല ടേസ്റ്റ് ഉണ്ടാകാൻ. അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. നിങ്ങളെ ചോയ്സ് പോലെ എരിവ് അനുസരിച്ചിട്ട് എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഒരു മൂടി കൊണ്ട് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ച് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മളെ ഉള്ളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. അതും എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ്, നല്ല പട്ട് പോലെ വെന്തിരിക്കുന്ന ബീഫ് നമുക്ക് മസാലയിൽ ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ വെള്ളം ഞാൻ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ബീഫെല്ലാം ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഈ മസാലയിൽ ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി നല്ലോണം എല്ലായിടത്തും മസാല എത്തുന്ന രൂപത്തിൽ മിക്സാക്കിയതിന് ശേഷം ഇവിടെ ഞാൻ ഗരം മസാല പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഗരം മസാല പൗഡർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ട് തരൂ. അതും ഞാനൊരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്ത് മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ലൊരു സ്മെല്ലെല്ലാം വരുന്നുണ്ട്. ഏകദേശം നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുത്തതിനാൽ നമ്മളെ മസാലൻ്റെ പണി ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കണം. ഇത് അവിടെ അടച്ചിട്ട് വെക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് ഗീയും ഓയിലും ഒഴിച്ച് കൊടുത്ത് ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം ഓയിലും 4 ടേബിൾ സ്പൂണോളം ഗീയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെറും ഗീയിൽ മാത്രം റൈസ് ഉണ്ടാക്കരുത്. റൈസ് ആകെ പറ്റിപ്പോവും. അന്നേരം 2 കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കുക. അതിലേക്ക് നമ്മൾ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ഇവിടെ നമുക്ക് പൊരിച്ചെടുക്കാനുണ്ട്. ഇത് ദമ്മിടുമ്പോൾ അത്യാവശ്യമുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് ഇത് നിർബന്ധമായിട്ട് നമ്മൾ ബിരിയാണിക്ക് പൊരിച്ചെടുക്കണം. അതുപോലെ തന്നെ ആവശ്യത്തിന് നട്ട്സും കിസ്മിസും ഇട്ട് നന്നായിട്ട് ബ്രൗൺ കളർ രൂപത്തിൽ പൊരിച്ച് മാറ്റി വെക്കാം. അങ്ങനെ നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മിസും പൊരിച്ചുള്ളിയും മല്ലിച്ചപ്പ് പൊതിനച്ചപ്പിലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 5-6 ഏലക്ക, 2-3 ഗ്രാമ്പു, പട്ട, ലീഫ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കണം. തലശ്ശേരിക്കാരുടെ ബിരിയാണിയുടെ ടേസ്റ്റ് തന്നെ ഇതാണ്. അരി വറുത്തിട്ട് മാത്രമാണ് ബിരിയാണി വെക്കാൻ. നന്നായിട്ട് വറുത്തെടുക്കുക. അതിന് നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വറുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അരി കൈമേലെടുത്തിട്ട് ഒന്ന് പൊട്ടുമ്പോൾ അത് വറന്ന് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി റൈസിലേക്ക് നമുക്ക് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ഞാൻ എടുത്ത രീതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളത്തിൻ്റെ അളവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അതും പ്രയാസമുണ്ടെങ്കിൽ ഞാനിവിടെ കാണിച്ചു തരാം. ചട്ടോനിൽ നമ്മൾ ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ചട്ടോന് ബിരിയാണി റൈസിലങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1/2 അരിയും അതിൻ്റെ നേരെ ഇരട്ടി വെള്ളവും കൂടി ആയിക്കഴിഞ്ഞാൽ അത് മതി. അതാകുമ്പോൾ നമ്മളെ വെള്ളവും അരിയും കൂടി സെയിം നല്ല കറക്റ്റ് വേവിൽ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. കൂടുതലോ കുറവോ ആയി പോകില്ല. ഇനി അതിലേക്ക് ആവശ്യത്തിന്, അതായത് 1 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം.
അങ്ങനെ നമ്മളെ ചോറ് ഇവിടെ നല്ലോണം തിളച്ച് ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വെള്ളം ഒരു ഏകദേശം പറ്റിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 20 മിനിറ്റ് വരെ മൂടിയിട്ട് വേവിക്കണം. ഒരു കാരണവശാലും ഹൈ ഫ്ലെയിം ആയി പോകാൻ പാടില്ല. ഫസ്റ്റ് ഹൈ ഫ്ലെയിം ആണെങ്കിൽ പിന്നെ നമ്മൾ വെള്ളം വറ്റാനായാലും ലോ ഫ്ലെയിമായി കൊടുക്കണം. അങ്ങനെ നമ്മളെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്നോടൊന്ന് തട്ടാത്ത നല്ല അടിപൊളി റൈസ് തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ദമ്മിടണം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ലെമൺ ജ്യൂസിൽ കുറച്ച് മഞ്ഞൾ വെള്ളം കലക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ബിരിയാണിയിൽ ചേർത്ത് കൊടുക്കാനെന്ന് കളർ യൂസ് ചെയ്യുന്നവർക്ക് കളർ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ദമ്മിടണം. ദമ്മിടാൻ ഞാനിവിടെ മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് പൊരിച്ച ഉള്ളിയും മല്ലിച്ചപ്പും പുതിനച്ചപ്പും ഇട്ട് കൊടുക്കാം മസാലയിൽ. അതിന് ശേഷം കുറേശ്ശെ റൈസ് നമുക്ക് മേലയിൽ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 2 ലെയറായിട്ടാണ് ചോറിട്ട് കൊടുക്കുന്നത് ദമ്മിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറേശ്ശെ ചോറിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ മഞ്ഞൾ വെള്ളവും കുടഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറേശ്ശെ മല്ലിച്ചപ്പും പുതിനച്ചപ്പും പൊരിച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം ഇട്ട് കൊടുത്ത് പിന്നെയും രണ്ടാമതും റൈസ് ഇട്ട് കൊടുക്കും. മേലയിൽ അതുപോലെ തന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പൊരിച്ച ഉള്ളിയും മല്ലിച്ചപ്പും മസാലപ്പൊടി എല്ലാം വിതറി ഇട്ട് കൊടുത്ത് ദമ്മാക്കിയിട്ട് നമുക്ക് അടുപ്പിൽ വെക്കണം. അങ്ങനെ നമ്മളെ ദം ബിരിയാണി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി 20 മിനിറ്റ് ദമ്മിലും കൂടി വെച്ച് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇവിടെ ബിരിയാണി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 20 മിനിറ്റ് ദമ്മാക്കി വെച്ചിരിക്കുന്ന ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് റൈസ് മാറ്റി വെക്കാം, മസാല വേർതിരിച്ച് വെക്കാം. ഇതാ നല്ല ആവി പറക്കുന്ന നല്ല ടേസ്റ്റുള്ള തലശ്ശേരി ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു പണിയുമില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണുള്ളൂ. ഞാൻ വേറൊരു പൊടികളും ചേർത്തിട്ടില്ല. ഒരു ഗരം മസാലയും മഞ്ഞൾ പൊടിയല്ലാതെ വേറൊന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. നല്ല അടിപൊളി ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് കമൻ്റ് ഇടാൻ മറക്കരുത്. ഇനി പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.